ഞാൻ പാടി നിനക്ക് എന്താടാ? പോട്ടടാ നീ കളി. ആരാടാ? സെബാസ്റ്റ്യനാ. എന്താടാ കാര്യം? അവൻ വരുമെന്ന് പറഞ്ഞിരുന്നു. വരുന്നുണ്ടായി. ഒരു കാര്യമില്ലാതെ അവൻ വരത്തില്ലല്ലോ. ഈയിടെ കേട്ടവന്റെ പോക്കത്ര ശരിയല്ല. അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. മാറിക്കൊറാ, അവൻ ഇരിക്കട്ടെ. മിഥുൻ, എന്താണ്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഒരുത്തിന് 50,000 തരാനുണ്ട്. പലപ്പോഴും ഞാൻ ചോദിച്ചു, തരാൻ മനസ്സിലാന്നാണ് അവൻ പറഞ്ഞത്. ഏതായാലും നാളെ അവൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. എവിടെ വരാൻ പറഞ്ഞു? എന്താടാ 2-3 തവണ ആയല്ലേ? എന്ത് പേടിയാ? നീ എന്തിടാ വല്ലാതിരിക്കുന്ന? എൻ്റെ മൂഡ് അത്ര ശരിയല്ല. വന്നു വാടാ. നീ എന്ത് തീരുമാനിച്ചു? എന്ത് തീരുമാനിക്കാൻ? എൻ്റെ കാശ് എവിടെ? തരാൻ മനസ്സില്ല. എന്തോ ചെയ്യും? നീ എന്താ ആളെ തല്ലാൻ വന്നിരിക്കുകയാണോ? ആണെങ്കിൽ என்ன லேட் ஆயிடுச்சா?
അവൻ തന്നെ. ചിത്ത്, ചിത്ത്. നീ എന്നെ അടിക്കാറായടാ. അവന്മാര് പോയി. അവന്മാര് പോട്ടെ, എനിക്ക് ഇവൻ മതി. ഇനി എന്ത് വേണം? കാശ് വേണോ അതോ? ഇവൻ എവിടെ നിന്നെടുത്ത് തരാനാ? പക്ഷേ ഇവൻ എൻ്റെ കൂടെ ഒന്ന് ചതിച്ചവനാ. എനിക്കിവൻ്റെ കാശ് വേണ്ട. ശരി, നീ പോ. നീ അവനെ മാത്രമല്ല ഞങ്ങളെയും ചതിച്ചു അല്ലേ? അപ്പോൾ ഇവനോ? നിനക്കെന്നെ നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാണ് നീ ഇതിലേക്ക് ഇവരെയൊക്കെ വലിച്ചത്? അനി ഇതിൽ ഇടപെടുമെന്ന് ഞാൻ അറിഞ്ഞില്ല. പ്ലീസ്. എടാ, തുളയുമ്പോൾ ഒറ്റയ്ക്ക് തുളഞ്ഞാ പോരെ? ആ, ഉണങ്ങിയില്ല. ജീവിക്കാൻ ഒരാഗ്രഹവും ഇല്ലല്ലേ? എനിക്കൊരു കളിയാണെന്നോ? ക്രിക്കറ്റ്, ഫുട്ബോൾ, മരണക്കളി. വെട്ടിലായല്ലേ? നിങ്ങളിൽ ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് ഞാൻ തരാം. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. எழுந்துருடா. ஏய் எழுந்துரு, எழுந்துரு. போ போய் சண்டை போடுறான் அவன்கிட்ட. ஒரே அவனை அடிங்கடா. നിനക്ക് എന്താണ് ഇത്രയായിട്ട്? മര്യാദ ജീവിക്കണം, എനിക്ക് ജീവിക്കണം. விழுந்துட்டியா? எழுந்துடுறா, எழுந்துரு. 1 2 3 4 5 6 எழுந்துடுறா, எழுந்துரு. போ போ, அடி அவனை, அடி போட அவனை. என்னடா விழுந்துரு பொட்ட பயல? எழுந்துரு. 1 2 போடா போடா, போய் நடுறா. 1 2 3 4 5 அடி அவனை. அடப்பாவிகளா, ஏமால என்ன நினைக்கிறீங்க? ചെത്തോ?
1 2 3 4 5 6 7 8 9 പോയി. ജയിച്ചിട്ടടാ, ജയിച്ചിട്ടടാ. സൂപ്പർ. നിന്റെ പേരെന്താ? ജീവൻ. ആ ജീവ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റ് പറ്റി. നിനക്ക് രക്ഷപ്പെടാൻ 1 അല്ല 5 ചാൻസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ സ്റ്റോപ്പ് പண்றா டேய், സ്റ്റോപ്പ് பண்றா, കുത്താതടാ ഡേയ്, കുത്താതടാ ഡേയ്, സ്റ്റോപ്പ് പண்றா, നിർത്തടാ ഡേയ്. കളി 5ലും നീ ജയിച്ച നിനക്ക് പോകാം. ഡേയ് കുത്താതെ, സ്റ്റോപ്പ് பண்ணு, നിർത്ത്. ഇല്ലെങ്കിൽ അയ്യോ കുത്തിട്ടാടാ, അയ്യോ പോച്ചിടാ, വിരല് പോച്ചിടാ ഡേയ്. ഏയ് ഇവിടെ വെച്ച് കളിക്കുവാ, കത്തി കാണുമ്പോ കൈ എടുക്കുവാടാ ഇവൻ കൈ എടുക്കത്തില്ലടാ. എടുക്കും. ഇവ ആണത്വമുള്ളവൻ. എടുക്കും. ബെറ്റടാ. തൊട്ടു പോയിരുവാണ്ടാ ബെറ്റിലാണ്. കയ്യേടാ കയ്യെ എടുക്കலையா നീ? ഞാൻ പറഞ്ഞില്ലടാ ഇവൻ കൈ എടുക്കത്തില്ല. ഇപ്പൊ കയ്യേടാ പത്തില്ല. സമാധാനം അല്ലോടാ നിനക്ക് എല്ലാം കൊണ്ട് തൊലച്ചപ്പോ. നീ ഒരുത്തൻ കാരണം ഇതെല്ലാം സംഭവിച്ചത്. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? അപ്പോഴേ പറഞ്ഞ ഈ അടിപിടിക്ക് പോണ്ട വലിയ കാര്യത്തിൽ എവിടെ പോണ്ടെന്ന് ചോദിച്ചിട്ട് ഇപ്പൊ 3 പേരായിട്ട് വന്നപ്പോ സമാധാനം അല്ലോടാ നിനക്ക്. ഇപ്പൊ അതൊന്നും അല്ല. അവനില്ലാതെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? നീ നിനക്കൊന്നും പറയാല്ലേ? അത് ഞാൻ തന്നെ കേട്ടോളാം. ഞാൻ അവനെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സത്യമാണോ നീ പറയുന്നത്? അവിടെ ചെന്ന് തപ്പിയാ ചിലപ്പോ അവനെ കിട്ടും. എവിടെയാടാ? പയ്യന്മാരെ ഓരോ തമാശകളെ. നല്ല വേദന ഉണ്ടല്ലേ? അല്ലെങ്കിലും കത്തി വെച്ച് കളിച്ച് അങ്ങനെയാണ്. നീ എന്തിനാണ് പേടിക്കണത്? ഞങ്ങളൊക്കെ ഇല്ലേ? എനിക്ക് എന്നെ വളരെ ഇഷ്ടമാണ്. ഞാൻ അത്രയും പെട്ടെന്ന് ആരും ഇഷ്ടപ്പെടുന്ന അല്ല. പക്ഷെ നീ ഒരു അല്പം ധൈര്യം ഉള്ളവനാണ്. എന്തിനാ അവനെ കൊന്നത്? അടുത്ത ഗെയിം വിളാറില്ലല്ലേ? തുടങ്ങാം. ഇന്ന് യവൻകാരനാണ് സമയമൊക്കെ പോണത്. എന്തെല്ലാം അപ്പോയിന്റ്മെന്റ്സ് ഉള്ളതാ. നീ എവിടെ നിൽക്കി? അനങ്ങല്ലേ? അനങ്ങിയാൽ എന്നടാ சொன்னவன்? ஏண்டா நில்றாங்க. ഞാൻ മാത്രം. അവനാണോ? അവന് നീ ഒന്ന് ചത്തില്ലേടെ ഇവരായിട്ട്? അടേ നമ്മളൊക്കെ അങ്ങനെ ജീവിച്ചൊക്കെ പോകണ്ടേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ടെന്ന് വെച്ചാ
ഞങ്ങളിപ്പോ ഒരു ഫ്രണ്ടിനെ അന്വേഷിച്ചിറങ്ങിയാണ്. ഫ്രണ്ടിന്? ആ. ഏത് ഫ്രണ്ടിന്? നീ അന്ന് പരിചയപ്പെടുത്തുന്നില്ലേ നിന്റെ ഒരു റൂംമേറ്റ് സുജിത്ത് എന്ന് പറഞ്ഞിട്ട്, ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ സുജയ്. അവൻ എന്തിനു വേണം? അവനെ ഒന്ന് കാണണോടെ. അവനെ കാണണം. വിളിക്കുമോ? അവൻ ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ കൂടെ തന്നെ. ഒന്ന് പോവാം അവന്റെ റൂമിലോട്ട്. വല്ലം കലിപ്പില്ല തന്നെ. ഇവനെ ഇത്രേ കെട്ടിയാ മതി. ദയവായി എന്നെ വെറുതെ വിടണം പ്ലീസ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ? ഈശ്വര, ഞാൻ ഇത്രയ്ക്കും ക്രൂരനാണോ? ഛേ, നീ ഇതൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നത്? ഇതൊക്കെ ഒരു തമാശയല്ലേ? നിനക്കറിയാമോ ജീവ, കുട്ടിക്കാലത്ത് എല്ലാവരും എന്നെ കളിയാക്കുവാൻ. അവർക്കെല്ലാവരും ഞാൻ ഒരു കോമാളിയായിരുന്നു. അതെനിക്ക് എന്നോട് തന്നെ ദേഷ്യം ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ എന്നെ തന്നെ മുറിവേൽപ്പിച്ചു. ഒരിക്കൽ വളരെ ദേഷ്യത്തോടെ ഇരിക്കുമ്പോൾ ഒരു പൂച്ചയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ കൊന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്നെ മുറിവേൽപ്പിക്കണമെന്നല്ലാണ് ഞാൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കണത്. അതിലാണ് എനിക്ക് കൂടുതൽ സുഖം തോന്നിയത്. ശരി, പോട്ട് നമുക്ക് അടുത്ത കളി കളിക്കാം. അനി ഫോൺ. ഹലോ. ആ ആ ദരിദ്രവാസി. നമുക്ക് അടുത്ത കളി കളിക്കാം. ഡേ സുജി, എന്നെ കാണാൻ കുറച്ച് പയ്യന്മാരെ വന്നേക്കണം. എടേ ഞാൻ പോട്ടെ, ഒരു അത്യാവശ്യ കേസുണ്ട്, പോയിട്ട്. എന്താ നിൽക്കുന്നേ? ഇരി. കുടിക്കാൻ വല്ലതും ഞാൻ എടുത്തോണ്ട് വരാം. നീ നില്ലേ, ഞങ്ങളുടെ ആവശ്യം വേറെ. ഓക്കെ ഓക്കെ. നിനക്ക് സെബാസ്റ്റിനെ എങ്ങനെ അറിയാം? അവൻ എൻ്റെ ഫ്രണ്ടാണ്. നീ എന്തിനാണ് അടിക്കാൻ ആളെ കൊണ്ടുവന്നത്? അവൻ എന്നെ അടിക്കാൻ ആളെ കൊണ്ടുവന്നു, അതുപോലെ ഞാൻ അവരെയും. അത്രേ ഉള്ളൂ. നീയും സെബാസ്റ്റിനും തമ്മിൽ എന്താ ഇടപാട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. പക്ഷേ ഈ 2 വർഷത്തെ അടുപ്പത്തിലും എനിക്കവനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അവൻ്റെ അനിയത്തിയുടെ ആവശ്യത്തിനാണെന്നും പറഞ്ഞാണ് അവൻ കാശ് വാങ്ങിച്ചത്. അതിനവൻ അനിയത്തിയില്ലല്ലോ. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അവൻ്റെ അടുത്ത് കാശ് ഞാൻ തിരിച്ചു ചോദിച്ചിട്ട് അവൻ എന്നെ അറിയാത്ത പോലെയാണ് ഭാവിച്ചത്. അവനൊരു പക്ക ഫ്രോഡായിരുന്നു. അവൻ നമ്മുടെ അടുത്ത് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അതാണ് അവൻ്റെ മിടുക്ക്. നീ സെബാസ്റ്റിൻ്റെ കാര്യമൊക്കെ വിട്. ജീവൻ എവിടെ? ജീവൻ അനിയുടെ കൂടുണ്ട്. ഞാൻ അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ ഇതൊന്നും രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. അനിയൊരു പ്രത്യേക ക്യാരക്ടറാണ്. എനിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല അവനടുത്ത്. ഇപ്പോൾ ജീവൻ അവിടെ ഉണ്ടെന്നുള്ള പോലും എനിക്ക് കാര്യം സംശയമാണ്. ഇവിടെ കേരടാ. ഇവനെന്തോ ചെയ്യുന്നത്? അവനെ നീ ഇവിടെ നടത്ത് ചാടണം. ചാടിയാ ചിലപ്പോ നീ രക്ഷപ്പെടും. നീ ചാടിയില്ലെങ്കിൽ എന്താടാ പറഞ്ഞത്? இவன் சாவ மாட்டான்டா. எங்க இருந்தான் தெரியல, சாவவே மாட்டேங்கிறான்.
ഇനി അവസാനത്തെ കളി. ദ്വാ കാണുന്ന ഗേറ്റാണ് നിനക്ക് രക്ഷപ്പെടാനുള്ള അവസാനത്തെ മാർഗം. അത് നീ കിടന്നാ നിന്നെ ആരും ഒന്നും ചെയ്യൂല, ഉറപ്പ്. போயிருவாடி கேட்டில்ல நீ போயிருவ வரேன்டா வரேன் கீழே வந்து பார்க்கலாம் வந்துட்டா எங்க இருந்து வந்தாங்க என்ன திமிரா வந்து போயிருவியாடா போயிருவிடா கேட்டு தாண்டி போயிடா நீ தாண்டு பார்த்துடலாம் தாண்டா பார்த்துடலாம் திரும்படா നിർത്ത് നിർത്താൻ മതിയായി എനിക്കെല്ലാം മതിയായി ജീവ, എന്തിനും ഞാനിവിടെ ഉണ്ട്.